ഇരാറ്റുപേട്ടയിലെ സ്കൂളിൽ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥികൾ അവരുടെ വർഷാവസാനത്തിലെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ആ ആഘോഷത്തിന്റെ ഭാഗമായി ഉച്ച സമയത്ത് ഇരാറ്റുപേട്ടയിലെ പ്രകൃതി രമണീയമായ പല സ്ഥലങ്ങളിലും ഫോട്ടോഷൂട്ട് നടത്തുകയും അതിന്റെ അവസാനമാണ് ഈ കർവാന പള്ളിയിലെ ഈ ഗ്രൗണ്ടിൽ എത്തിയത് എന്നാണ് അറിയപ്പെടാൻ സാധിച്ചത്. എന്തിനാണ് ഒരു പള്ളിമുറ്റത്ത് ഈ ഫോട്ടോഷൂട്ട് നടത്തുന്നത് എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല. എന്നാൽ പോലും അവിടെ പ്രകൃതി രമണീയമാണ്, ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ നിർഭാഗ്യവശാൽ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനിയായ കൊച്ചച്ഛനുമായി ഉണ്ടായ തർക്കത്തിന്റെ പേരിൽ അവിടെ ചെറിയ പ്രശ്നമുണ്ടായി എന്നറിയുന്നു. അതിനുശേഷം ബഹുമാനായ കൊച്ചച്ഛൻ ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് ആ വെപ്രാളത്തിൽ ഈ വിദ്യാർത്ഥികൾ വാഹനവുമായി പുറത്തോട്ട് പോകുന്ന സമയത്ത് ഒരു വാഹനത്തിന്റെ ഒരു മിറർ ഗ്ലാസ് അദ്ദേഹത്തിന്റെ ദേഹത്ത് തട്ടുകയും ചെറിയ പരിക്ക് സംഭവിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു യൂട്യൂബ് ചാനലിൽ PC നടത്തിയ ഒരു പ്രസംഗത്തിൽ ഒരു അഭിമുഖത്തിൽ കാണാൻ സാധിച്ചു. ഈ കൊച്ചച്ഛന്റെ നേരെ വന്ന വാഹനം തട്ടിയിട്ടില്ല, തട്ടുന്നതിന് മുമ്പ് മാറിക്കളഞ്ഞു, തട്ടിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊക്കെ രീതിയിലുള്ള ഒരു സംസാരം കേട്ടിരുന്നു. ആ വിഷയത്തിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയം ഞങ്ങൾ ലഘൂകരിച്ച് കാണുന്നില്ല. ദേവാലയത്തിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി വന്ന് പാർക്ക് ചെയ്യുന്നതും അതിനു ശേഷം ഉണ്ടാകുന്ന ഒരു സംസാരം ഉണ്ടാകുന്നതും ഒക്കെ ലഘൂകരിച്ച് ആരും ഇവിടെ ചിത്രീകരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇരാറ്റുപേട്ടയിൽ അടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്തപ്പോൾ ഇതൊരു ചെറിയ സംഭവമായി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്, ആ കുട്ടികളെ ബോധ്യപ്പെടുത്തണം, മാതൃകാപരമായ രീതിയിലുള്ള ഒരു നടപടികൾ അവരോട് എടുക്കണം എന്ന് തന്നെയാണ് STPയുടെ നിലപാട്. എന്നാൽ വളരെ വേദനാജനകമെന്ന് പറയുന്നത് ഈ സംഭവത്തെ കാസ പോലെയുള്ള ക്രൈസ്തവ സംഘടനയുടെ തീവ്രവാദി ഗ്രൂപ്പുകൾ ഒരു വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. കാരണം 12:30 ഈ സംഭവം നടന്നത് എന്ന് അച്ഛൻ കൃത്യമായി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. ചെറിയ പരിക്കുകൾ പറ്റിയ ഫാദർ അദ്ദേഹം പൂഞ്ഞാറ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഹാജരാക്കുകയും രണ്ടാമതായി മാസിക ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് വൈകുന്നേരം 7 മണിക്കാണ്. എന്നാൽ ഈ 5:30 മണിക്കാണ് കാസയുടെയും PC-യുടെയും ആളുകൾ അവരെ ഒതുവിട്ടതും കൂട്ട മണിയടിച്ചതും പാവപ്പെട്ട സ്നേഹത്തോടുകൂടി അധിവസിക്കുന്ന ക്രൈസ്തവ സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പടുത്തുയർത്തതും എന്നത് വളരെ വേദനാജനകമാണ്. അതോടൊപ്പം തന്നെ അതിനേക്കാൾ വേദനാജനകമായ ഒരു കാര്യമാണ് നമ്മുടെ ജനപ്രതിനിധികൾ ഇടപെട്ടതിലുണ്ടായിരിക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ. നമുക്കറിയാം, ഈരാറ്റുപേട്ടയിലെ മതപുരോഹിതന്മാർ, മഹല്ല് ഭാരവാഹികൾ, ഈ കർവാന പള്ളിയിലെ ഭാരവാഹികൾ, അവിടുത്തെ മതപുരോഹിതന്മാർ തമ്മിൽ നല്ല ബന്ധമുണ്ട്. പല പ്രോഗ്രാമുകളിലും പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിക്കുന്നവരാണ്, സംസാരിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാർത്ഥികളിൽ നിന്നും ഉണ്ടായ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പരിഹരിക്കാൻ, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പരിഹരിക്കാൻ വിളിച്ചാൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള ആളുകൾ സ്കൂളുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ആ കുട്ടികളെ കൊണ്ടുവന്ന് ഈ അച്ഛന്റെ മുമ്പിൽ നിർത്തി അതിന്റെ വശങ്ങൾ രണ്ടു ഭാഗത്തു നിന്നും പഠിച്ചതിനു ശേഷം മാതൃകാപരമായി അവരുടെ ഭാവിക്ക് പ്രശ്നമില്ലാത്ത, കാരണം ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പള്ളി മുറ്റമെന്നോ മുസ്ലിം പള്ളിയുടെ മുറ്റമെന്നോ അമ്പലത്തിന്റെ മുറ്റമെന്നോ വ്യത്യാസമില്ല. നമുക്കറിയാം, കുട്ടിക്കാലത്തൊക്കെ ഞാൻ സെന്റ് മേരീസ് ഗ്രൗണ്ടിലും നടക്കൽ അമ്പലത്തിന്റെ പരിസര പ്രദേശങ്ങളിലും ക്രിക്കറ്റ് കളിച്ച് വളർന്നതാണ്. അന്ന് ഈ കാസായും PC-യും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഉണ്ടായിട്ടില്ല. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 17-18 വയസ്സുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആംഗിളിലാണ് അവർ പോയിട്ടുള്ളത്. അവരെ വിളിച്ച് അതിന്റെ അപകടവും അതിന്റെ ബുദ്ധിമുട്ടും ഈ കാലത്തുണ്ടാകുന്ന പ്രതിസന്ധിയും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഈ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല. മറിച്ച് നമ്മുടെ ജനപ്രതിനിധികൾ, MP, MLA അടക്കമുള്ളവർ അറിയാം, കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈരാറ്റുപേട്ടക്കാർ വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാപകലില്ലാതെ അധ്വാനിച്ചുകൊണ്ട് വിജയിപ്പിച്ച് എടുത്ത ആളുകളാണ്. ഈ 27 കുടുംബങ്ങളെയും വ്യക്തിപരമായി ഇവർക്ക് അറിയാമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അറിയുകയും ചെയ്യാം. കാരണം ഈ 27 കുടുംബങ്ങളിലെയും ബന്ധുമിത്രാദികളും വേണ്ടപ്പെട്ടവരും ഇവർക്ക് വേണ്ടി കഠിന അധ്വാനം ചെയ്തിട്ടുണ്ട്.
ആ ആളുകളാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ട് അവരോട് എന്താണ് എന്ന് പോലും ചോദിക്കാതെ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വളരെ വേദനാജനകമാണ്.